അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബർഗിയിലാണ്. ബർഗിയിലത്തെ ഈ ഹൗസ് ചെയ്ത് കുറച്ച് വിൻറ്റേജും പിന്നെ കൂടെ നല്ല വൈബുള്ള സ്ഥലം കേട്ടോ. ഇപ്പോൾ രാവിലെ 7 മണി ഇങ്ങോട്ടാണ്. ഞാനിപ്പോൾ സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്ഥലം. പിന്നെ ഇവിടെ പോയാൽ ഇവിടെ നമുക്ക് 2 സീറ്റാണ്. പിന്നെ നമ്മൾ നേരെ എടുക്കുക വെച്ചെങ്കിൽ ഇവിടെ കുറേ ഡോറൊക്കെ ഉണ്ട്. എനിക്കറിയാതെ സെറ്റപ്പാണ്. പിന്നെ ഇവിടെ 2 നായകളിരിക്കുന്നുണ്ട്. ഇത് അവർ എന്തോ വീടിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നായക്കുട്ടി ഇരിക്കുന്നുണ്ട്, ഉറങ്ങണേ. നല്ല ഇതൊരു കടിക്കണ ബ്രീഡാന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ എനിക്കിഷ്ടമായത് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. വേറൊരു നായക്കുട്ടിയുണ്ട്, നാടൻ നായ ഇതായിരിക്കുന്നു. അതാ വെച്ചാൽ നല്ല വൈബിളുള്ള കുട്ടിയാണ്. പക്ഷെ തൊടാൻ പറ്റില്ല. ഫുഡിന് വേണ്ടിയിട്ട് എന്തിനാണെങ്കിലും ഫുഡിന് വേണ്ടി ഓടി വരും. വേറെ എനിക്ക് പേടിയാണ്. പിന്നെ ഇവിടെ 2 വണ്ടികളിരിക്കുന്നുണ്ട്. ഒന്ന് എൻ്റെതും പിന്നെ ഒന്ന് മാമിൻ്റെയാണ്. പിന്നെ ഇവിടെ കുറേ പിക്ചറൊക്കെ വരച്ചിട്ടുള്ള സ്ഥലമുണ്ട്. ഞാൻ നായ പോയിച്ച് എനിക്ക് ആ ഊഞ്ഞാലാടായിരുന്നു, പക്ഷെ പറ്റില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ഇവിടെ പിന്നെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഡോറ് തുറന്നാൽ ഇവിടെ കുറേ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാരറ്റ് സെറ്റാണ്. ഇവിടെ ബുക്കൊക്കെ വെറുതെ വെക്കുന്ന സ്ഥലം. എനിക്ക് അത് അടച്ചു. നമുക്ക് ഈ നായ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത. പിന്നെ ഇവിടെ കുറച്ച് ഫാമിങ് ഇരിക്കുന്നുണ്ട്. അയച്ചിട്ടോ എൻ്റെ താത്താക്ക് ചായ തന്നാണ്. ബാക്കിൽ നായ ഓടിക്കുന്നു, കാരണം വെച്ചാൽ ഫുഡ് കിട്ടുന്നു വെച്ചിട്ട്. ഓക്കെ, ചേട്ടന് ബാക്കി നടന്നുകൊണ്ട് ചായ എടുത്ത് കൊണ്ടുവന്നു. നമുക്ക് ഇവിടെ ഊട്ടിനല്ലാടാം. എൻ്റെ വീണ്ടും വരുന്നുണ്ടായ നമ്മൾ 2 പേരും സർക്കസ് കളിക്കുന്ന പോലെ എടുക്കുന്നിടത്ത് വരുന്നു. ഇരുന്നവിടെ തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ പൂഞ്ഞാലാടാ. എന്തൊരു സുഖം ഇവിടൊക്കെ, നല്ല തണുപ്പ്. പിന്നെ ഇവിടെ ഒരു കാടാണ്. ചില സ്ഥലത്തൊക്കെ അവിടെയൊക്കെ കാടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചില സമയത്ത് പാപ്പ ആനയെ കണ്ടിട്ടുണ്ട്, പിന്നെ പുലിനെ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ കുറേ സാധനം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ നായ അധികം കടിക്കൊന്നുമില്ല, പക്ഷെ ഫുഡ് കിട്ടിയ അപ്പം തന്നെ ചാടി തിന്നും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ നല്ല ആൾക്കാരുടെ അടുത്ത് ഇറങ്ങുന്നത്. ഇത് എൻ്റെ ബാക്കിൽ ഞാൻ എങ്ങോട്ടേലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ തന്നെ ഓടി വരും. പിന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് ചില സമയത്ത് സംസാരിക്കുമ്പോൾ പിന്നെ ഇരുന്ന് വാലാട്ടിക്കും അങ്ങനെ. പിന്നെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രാത്രി ലൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഉറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ ഒരു ട്രീ ഹൗസ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
അതെ മേലൊരു ട്രീ ഹൗസ് പോലത്തെ സെറ്റപ്പ് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കയറിയിട്ടില്ല. അതിന് മേലെ ഇടയ്ക്കിടയ്ക്ക് കുരങ്ങനൊക്കെ വന്നിരിക്കുന്നു. കുറയണത് അത് കാരണം ഞാൻ പോയിട്ടില്ല. പിന്നെ അധികം ഒന്നുമില്ല ഇവിടെ. നല്ല സെറ്റായിട്ടുള്ള ഹൗസ്, കൂടെ നല്ലൊരു തണുപ്പ്. പിന്നെന്താ ഇത് ഇവിടെ എന്തോ ഒരു പിക്ചർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് തവളയാണോ അതോ പുലിയാണോ കണ്ടറിയാൻ പറ്റുന്നില്ല. ഇതെന്തോ കൂടെ വെച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായില്ല. നായ ഉറങ്ങി, 2 നായ ഉറങ്ങി. ഇരിക്കാനുള്ള സെറ്റപ്പ് അതിനൊക്കെ ഉള്ളതല്ലോ. എനിക്ക് ഈ ഊഞ്ഞാല് നല്ലോണം ഇഷ്ടമായി. ഊഞ്ഞാല് നല്ല സെറ്റപ്പായിട്ട് രാവിലെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, നോക്കട്ടെ. അവിടെ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ട് വെച്ചാൽ എന്താ ഇവിടെ ഒരു പൈപ്പ് ഇരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, കൈ കഴുകാനാണ്. നമ്മളവിടെ രാത്രി ഡിന്നർ വെച്ചുകൊണ്ടാണ് അവിടെ ഡിന്നർ കഴിക്കുക. പിന്നെ എന്താ കൈ കഴുകുക അവിടേക്ക്. പക്ഷെ നായാണ് പ്രശ്നം. പക്ഷെ ആ ചേട്ടൻ്റെ നല്ല വീഡിയോ കേട്ടോ. ചേട്ടൻ ഇങ്ങനെ വടിയെടുത്ത് തീർക്കും. അപ്പോൾ ആ നായ കണ്ടം ഇങ്ങനെ ഓടി അവിടം വരെ കിട്ടും. പിന്നെ ഇവിടെ നിന്നൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇല്ല പിന്നെ ഇവിടെ ഞാൻ ചില റൂമുകളൊന്നും ഞങ്ങൾ കിട്ടില്ല. പിന്നെ അവിടെയാണ് കിച്ചണുള്ളത്. കിച്ചണിൽ ഞാൻ കയറി കാണിക്കുന്നില്ല. അതാണ് ഇവിടെ പിന്നെ ഊഞ്ഞാലാടി ഇരിക്കാൻ നല്ല രസമാട്ടോ. നായ വീണ്ടും എണിച്ച് അവിടെ നോക്കിയിരിക്കും. ഇങ്ങനെ വാലാട്ടിക്കൊണ്ടേ ഇരിക്കുക. കണ്ടാൽ പാടുന്നു. പക്ഷെ അതിനായിട്ട് പറഞ്ഞ് കഴിച്ചത് ഇങ്ങനെ മാറില്ല. ഇവിടെ എന്താ ഈ വീടിൻ്റെ ഓണർക്ക് കൂടിയിട്ട് ഈ സ്ഥലത്തൊരു ക്യാൻസർ വെച്ച്. അപ്പോൾ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളൊന്നും പിന്നെ കാണണ്ടായി. ഈ നായ എന്താ അവിടെ ഫുള്ളും അതിൻ്റെ ഉള്ളിൽ കുറേ ചിക്കനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുള്ള് എടുത്ത് അങ്ങനെ കുറേ ഉണ്ടായി. പിന്നെ ഞാൻ വന്നപ്പോഴൊന്നും എനിക്ക് അതിന് എന്താ ഇഷ്ടമില്ലാണ്. എനിക്ക് നല്ല പേടിയായി. ഞാൻ പക്ഷെ ഇവിടുത്തെ വലിയ തെരുവുനായിരിക്കും ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ശരിക്കും അവർക്ക് ഈ വീടിന് വളർന്ന പെറ്റാണ്. 2 ഉണ്ട്. ഒരു നായ നമ്മളെ വെൽക്കം ചെയ്യണ പോലെ, ഈ നായ നമ്മളെ വെൽക്കം ചെയ്യണ പോലെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഓടി നടക്കും. നല്ല സുഖമായിട്ട് ഇങ്ങനെ ആടാം. നമ്മളിങ്ങടെ ഇറങ്ങിയെങ്കിൽ ഇവിടെ നല്ല വലിയ കാടാണ്. കൂടി വിടൊരു മാങ്ങ. ശരി, ഇവിടെ പണിക്കാരൻ്റെ റൂമുണ്ട്. ഉണ്ടോ നായ
അവിടെ ഉറങ്ങുന്നുണ്ട് കേസ്. ഡോണ്ട് ഡിസ്റ്റർബ്. പിന്നെ ഇവിടെ എൻ്റെ ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉള്ളിൽ കയറി കാണിച്ചു തരാം കേട്ടോ.